പെർഫെക്റ്റ് ഈസ് ദ എനിമി ഓഫ് ഗുഡ് പറഞ്ഞത് ഫ്രഞ്ച് തത്വചിന്തകനായ വോൾട്ടയർ ആണ്. ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പെർഫെക്ഷനിസം എന്നുള്ളത്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് അതങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അതുമൂലം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ആ പെർഫെക്ഷനിസത്തെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളെക്കുറിച്ചും അതിനെങ്ങനെ മറികടക്കാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ദ ചാനൽ അൺലേൺ വിത്ത് അജ്മൽ. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ പെർഫെക്ഷനിസം നമ്മുടെ ഒരു അക്കാഡമിക് ലൈഫിലോട്ട് കടന്നു വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ മേ ബി നന്നായിട്ട് ഏതെങ്കിലും എക്സാമിനൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ നന്നായി സ്കോർ ചെയ്ത് മേ ബി 50 ഔട്ട് ഓഫ് 50 അല്ലെങ്കിൽ 49 ഔട്ട് ഓഫ് 50, 99 ഔട്ട് ഓഫ് 100 ഒക്കെ നല്ല മാർക്കിൽ സ്കോർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മേ ബി 1-2 എക്സാമിന് നമുക്ക് അല്പം മാർക്ക് കുറയുന്നു. ഫോർ വാട്ട് എവർ റീസൺസ്, നമ്മുടെ അടുത്തുള്ള മിസ്റ്റേക്ക് ആവാം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി ടഫായതാവാം. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ മാർക്ക് കുറഞ്ഞത് എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്. അതായത് ഞാൻ നല്ലൊരു സ്റ്റുഡൻ്റാണ്. എൻ്റെ പാരൻസിൻ്റെ മുമ്പിൽ, എൻ്റെ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ ഞാൻ എപ്പോഴും മുഴുവൻ മാർക്ക് മേടിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ആ പെർഫെക്ഷനോട് അടുത്തുള്ളൊരു സ്റ്റുഡൻ്റാണ്. ആ നല്ല സ്റ്റുഡൻ്റ് എന്ന ഇമേജിൻ്റെ മേലെയുള്ള ഒരു കടന്നുകയറ്റമാണ് ഈ ഒരു മാർക്ക് കുറഞ്ഞത് എന്ന് നമുക്ക് തോന്നി തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും നമുക്ക് അപ്പോൾ പേടി, ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാകുന്നു. നമ്മൾ പരാജയങ്ങളെ ഭയക്കാൻ തുടങ്ങുന്നു. പെർഫെക്ഷനിസം നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഫിയർ ഓഫ് ഫെയിലിയർ നമ്മുടെ ഇടയിൽ അത് ഇൻകൾക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ റിപ്പോർട്ട് കാർഡ്സ് എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തിൻ്റെ മെഷറാണ്? നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നതിൻ്റെ, പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ മെഷറിൻ്റെ അപ്പുറം നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ നല്ല സ്റ്റുഡൻ്റ് ആണോ മോശം സ്റ്റുഡൻ്റ് ആണോ എന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റിപ്പോർട്ട് കാർഡ് മാറുന്നു. ചിലപ്പോൾ പാരൻസ് നമ്മുടെ മറ്റ് സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യും, അടുത്ത വീട്ടിലെ സ്റ്റുഡൻ്റായിട്ട് അല്ലെങ്കിൽ സ്കൂളിലെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരാളായിട്ട് കമ്പയർ ചെയ്യും. ഈ കമ്പാരിസൺ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് സംഭവിക്കുന്നു? വീണ്ടും നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ ഡെവലപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ടീച്ചർ നമ്മുടെ റിപ്പോർട്ട് കാർഡ് നോക്കിയിട്ട് കഴിഞ്ഞതിൻ്റെ അത്ര പോരല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ നമുക്കവിടെ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മുടെ വേർത്ത് എന്നുള്ളത് നമ്മുടെ ഗ്രേഡ്സുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. ഞാൻ A+ ആണെങ്കിൽ എനിക്ക് A+ കിട്ടിയാൽ ഞാൻ കൊള്ളാം, എനിക്ക് A+ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തോ മോശക്കാരനാണ് എന്നുള്ള തോന്നലുണ്ടാവുന്നു. ഈ തോന്നലാണ് ഒരു എന്താ പറയുക പെർഫെക്ഷനിസത്തിലോട്ട് കുട്ടികളെ അൾട്ടിമേറ്റ്ലി നയിക്കുന്നത്. ഈ പെർഫെക്ഷനിസം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്താ പ്രശ്നങ്ങൾ? ഫോർ എക്സാമ്പിൾ, ഒരു പരീക്ഷ വരുമ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത് ഇല്ല, ഞാൻ പരീക്ഷ എഴുതുന്നില്ല. കാരണം എന്താ? കാരണം ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിക്കാത്തതുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതുന്നില്ല. അതെന്താ? പരീക്ഷ എഴുതിയാൽ, പഠിക്കാതെ പരീക്ഷ എഴുതിയാൽ മാർക്ക് കുറയും. അപ്പം ഞാൻ എന്ന നല്ല സ്റ്റുഡൻറ്റ് എന്ന ആ ഇമേജിൻ്റെ മേലുള്ളൊരു ഡയറക്റ്റ് അറ്റാക്കാണ് പഠിക്കാതെ പരീക്ഷ എഴുതുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങൂല. കാരണം തുടങ്ങി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂല, പലതും ട്രൈ ചെയ്ത് നോക്കൂല. കാരണം ട്രൈ ചെയ്ത് ഞാൻ ഫെയിലിയർ ആയാലോ, ആ ഫെയിലിയർ ആവുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അത് ട്രൈ ചെയ്യാതിരിക്കലാണ് എന്നുള്ള ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. അതേപോലെ പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടാകുന്നു. അതായത് ഹാർഡ് തിങ്സിനെ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ആ ഹാർഡ് തിങ്സ് സ്റ്റാർട്ട് ചെയ്താൽ വി ആൻറ്റിസിപ്പേറ്റ് ഫെയിലിയർ. ഒരു ഫെയിലിയർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ ഹാർഡ് തിങ്സിനെ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു മൈൻഡ് സെറ്റ് ബേസിക്കലി ഒരു സ്റ്റുഡൻറ്റിനെ ടോട്ടൽ ഡിസ്ട്രക്ഷനിലോട്ടാണ് നയിക്കുക. ഒരു കുട്ടി പഠിക്കാതിരിക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് അയാൾക്ക് ഒരു പെർഫെക്ഷനിസം അയാളുടെ മനസ്സിൽ ഡെവലപ്പ് ചെയ്തത്. പെർഫെക്ഷനിസത്തിന് സ്വാഭാവികമായിട്ടും കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണുന്നു എന്നുള്ളതും, നമ്മൾ മൈനർ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ നമ്മൾ ബെറ്റർ അക്കാഡമിക് അച്ചീവേഴ്സായി മാറുന്നു എന്നുള്ളതൊക്കെ പെർഫെക്ഷനിസത്തിൻ്റെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഹ്യൂജ് ഡൗൺ സൈഡ് അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വലിയൊരു ഫിയർ ഓഫ് ഫെയിലിയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ എക്സാംസ് എഴുതാതിരിക്കുന്നു, നമ്മൾ കാര്യങ്ങൾ തുടങ്ങാതിരിക്കുന്നു, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ മേലെ നമ്മൾ കിടന്ന് പണിയെടുത്ത് ഒരു ബിഗ്ഗർ പിക്ചർ നമുക്ക് മിസ്സാവുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചിലപ്പോൾ JEE പരീക്ഷയിൽ നല്ല റാങ്ക് വാങ്ങേണ്ടി വരും. പക്ഷേ ചിലപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഒരു പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് പ്രശ്നം, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആയിരിക്കും നമുക്ക് പ്രശ്നം. അതിൻ്റെ മേലെ നമ്മൾ കിടന്ന് മറിഞ്ഞ് അതിൻ്റെ പെർഫെക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ബിഗ്ഗർ പിക്ചർ ഫോർ എക്സാമ്പിൾ നമ്മൾ മിസ്സാക്കുന്നു. അപ്പോൾ
നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പെർഫെക്റ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് എന്നുള്ളതാണ്. വേൾഡിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഏത് എക്സാം എടുത്ത് നോക്കൂ അല്ലേ, 720 720 നീറ്റിൽ വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ജെയ്ക്ക് 300 വാങ്ങുന്ന ആളുകൾ മേ ബി ഹിസ്റ്ററിയിൽ തന്നെ 1 2 3 ഉണ്ടാവുള്ളൂ. അപ്പോൾ പെർഫെക്റ്റ് എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഒരു പരീക്ഷ, എസ്പെഷ്യലി ഒരു മേ ബി ഒരു എൻട്രൻസ് ആസ്പിറൻ്റ് ആയ സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻറ്റിനെ ഇത് ബാധിക്കുക പരീക്ഷകളിലാണ്. പരീക്ഷകളിൽ എഴുതാൻ മടി, പരീക്ഷകൾ എഴുതാൻ പേടി, കാരണം മാർക്ക് കുറഞ്ഞാലോ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പരീക്ഷകൾ എങ്ങനെ കാണുന്നു എന്നുള്ളത്, പരീക്ഷകൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് ഇമേജ് ബിൽഡ് ചെയ്യാനുള്ളൊരു അവസരമല്ല. പരീക്ഷകൾ നമ്മൾ വേർ ഡു വി സ്റ്റാൻഡ് എന്നതിനുള്ള ഒരു റിഫ്ലക്ഷനാണ് എക്സാംസ് എന്നുള്ളത്. വേർ ഡു വി സ്റ്റാൻഡ് എന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ റിപ്പോർട്ട് കാർഡ് എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്? ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് വേണ്ടത്. എന്താണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ? ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വി ക്യാൻ ഓൾവേസ് ഡെവലപ്പ് അവർ സെൽഫ്സ്. അതേപോലെ തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ഇംപ്രൂവിങ് അബിലിറ്റീസ്. നമുക്ക് ഫെയിലിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും, നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ സാധിക്കും. എനിക്ക് മാത്സിൽ എനിക്ക് B+ ആണെന്നുണ്ടെങ്കിൽ മാത്സ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള തോന്നലാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള സ്റ്റുഡൻറ്റ് ഉണ്ടാവുക. നേരെ മറിച്ച് ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിനുള്ള സ്റ്റുഡൻറ്റോ, ഞാനൊരു B+ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ എങ്ങനെയായാലും ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഇമ്പ്രൂവ് ചെയ്യില്ല. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകോമ്പിറ്റൻസ് ആണ്. അത് ജനറ്റിക്കായിട്ട് ഞാൻ പണ്ടേ മാത്സിൽ പൊട്ടനാണ്, മണ്ടനാണ്, എനിക്ക് പണ്ടേ ഫിസിക്സ് അറിയില്ല, ഇംഗ്ലീഷ് ഗ്രാമർ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഈ ഒരു തോന്നൽ നിരന്തരം എന്തായിരിക്കും നമ്മളൊരു ഫിക്സഡ് മൈൻഡ് സെറ്റിലോട്ട് നയിക്കും. ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താണ്, പ്രൂവിങ് അവർ സെൽവ്സ് ആയിട്ട് മാറും. ഓക്കെ, ഇത് നമ്മളെ മെൻ്റലി നമ്മളെ ബുദ്ധിമുട്ടിലാക്കും, അതേപോലെ ഇമോഷണലി ഫിസിയോളജിക്കലി ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കും, നമ്മുടെ വലിയൊരു അൺഹെൽത്തി സ്പേസിലോട്ടാണ് ഇത് നയിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർഫെക്ഷനിസം എന്നുള്ളത് ആസ് എ സ്റ്റുഡൻറ്റ് നമ്മളെ നശിപ്പിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെല്ലാ കാര്യത്തിനെ കുറിച്ചും ഓരോന്നിൻ്റെ നീഡ് അനുസരിച്ചാണ് പഠിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരാളും ജെയ്ക്ക് 300 മാർക്ക് വാങ്ങാൻ വേണ്ടി പഠിക്കേണ്ടതില്ല, കാരണം ജെയ് ഒരു ലോ സ്കോറിങ് എക്സാമാണ്. അതേപോലെ തന്നെ നമ്മൾ ഓരോ പരീക്ഷകൾ കാണുമ്പോഴും ആ പരീക്ഷകൾ ഞാൻ എഴുതി എനിക്ക് മാർക്ക് കുറയുമെന്ന് ചിന്തിക്കേണ്ടതില്ല. മേ ബി ഒന്നും പഠിക്കാതെ ഒരു പരീക്ഷ എഴുതുന്ന രീതിയിലോട്ട് ഒരു സ്റ്റുഡൻറ്റ് വരണം. ഫോർ എക്സാമ്പിൾ, ഒന്നും പഠിക്കാതെ എഴുതി, അതിന് 50% മാർക്ക് കിട്ടുള്ളൂ. ദെൻ വാട്ട് ഡു യു നോ, ഒന്നും പഠിക്കാതെ എനിക്ക് 50% അറിയാം, അപ്പോൾ ബാക്കി 50% ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓരോന്ന് ലെസൺസ് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കാതെ നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് പ്രശ്നം, അതേ കാര്യം അതങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ എന്തോ ഒരു ടെൻഷൻ പ്രശ്നം, അതുമൂലം എന്താണ് നമുക്ക് സ്വാഭാവികമായിട്ടും സ്ട്രെസ്സ് വരും. ആ സ്ട്രെസ്സ് വന്ന പോലെ ഈ കാര്യം ചെയ്യുമ്പോൾ എന്തായാലും ഇന്നെവിറ്റബിളി നമ്മളൊരു കാര്യം ചെയ്യേണ്ടി വരും. അത് ചെയ്യുമ്പോൾ വീണ്ടും ആ സ്ട്രെസ്സ് ആ ചെയ്തതിനെ ബാധിക്കും. അപ്പോൾ അവിടെ കുറേ വീണ്ടും പെർഫെക്ഷൻ കുറവ് വരും, ഇത് വീണ്ടും നമ്മളെ സ്ട്രെസ്സിലാക്കും. ഇങ്ങനൊരു സൈക്കിളായി നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പെർഫെക്ഷൻസ് നമ്മൾ കോമ്പാറ്റ് ചെയ്യേണ്ടത് സാധാരണ പറയാറുള്ളത് പാരറ്റോസ് പ്രിൻസിപ്പിളാണ്. പാരറ്റോസ് പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾ ഒരു 80% റിസൾട്ട് ഉണ്ടാകുന്നത് മേ ബി 20% ഓഫ് ടൈമിലാണ്, അല്ലാതെ 80% കാര്യങ്ങളും റിസൾട്ട് ഉണ്ടാകുന്നത് ഒരു 80% ടൈമിലല്ല. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, നിങ്ങൾ എക്സാമിന് കിട്ടുന്ന മേ ബി ഒരു 80% മാർക്ക് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചൊരു 20% ടോപ്പിക് എന്നായിരിക്കും അല്ലേ. അതേപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ ഒരു 80% ഗ്രേഡ്സ് വരുന്നത് നിങ്ങൾ 20% റിവിഷന് വേണ്ടി സ്പെൻഡ് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി കണ്ടെത്തേണ്ടത്. നമുക്ക് എങ്ങനെ 80% 20% സമയം കൊണ്ട് ബാക്കി 20% എന്നുള്ളത് എപ്പോഴും നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള കാര്യമല്ല. 100ൽ 80% നമുക്ക് അച്ചീവബിൾ ആണ് ചെറിയ സമയം കൊണ്ട്. ബാക്കി 20 എല്ലാം നമുക്ക് അച്ചീവബിൾ അല്ല. നമുക്ക് ബാക്കി സമയം കൊണ്ട് മേ ബി നമുക്ക് ഒരു പെർഫെക്റ്റിൻ്റെ അടുത്തെത്തിക്കാൻ സാധിക്കും. പക്ഷേ പെർഫെക്റ്റ് അല്ല എന്നതുകൊണ്ട് ലൈഫിൽ ഒന്നും സംഭവിക്കാനില്ല എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ താഴെ കമൻറ്റിൽ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.